മിമിക്രി മോളെ ഏതൊക്കെ ശബ്ദം ഉണ്ടാക്കും? മിമിക്രി ഉണ്ടല്ലോ ശരിക്കും ആ മാഷ ഇടക്കിടക്ക് വരൂല, വെള്ളടിച്ച് എവിടെയെങ്കിലും കടക്കും. അത് സാരമില്ല. അപ്പൊ മോളിപ്പോ ഏത് ശബ്ദം ഉണ്ടാക്കാം മിമിക്രി? ആദ്യമായി ഞാനിവിടെ പറയാൻ പോകുന്ന മിമിക്രിയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വാഗതം. അത് പറയണം. ഞാനിവിടെ ഉണ്ടാക്കുന്ന മിമിക്രിയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അതും പറയണം. ശരി, ഇനിയാണ് പറയാ. ഇനി മിമിക്രി. ആദ്യമായി ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒച്ചയുടെ പേരാണ് നായ. നായയുടെ ശബ്ദം. ഇവിടത്തെ നായ എങ്ങനെയാ കുറയ്ക്കുക? നായ അത് ശരി. പൂച്ചയുണ്ട്. പിന്നെ പൂച്ചയുണ്ട്. പൂച്ചയുടെ ഒച്ചയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണ്ട. പൂച്ച മോളെ മതി. പൂച്ചയും നായ താറാവിലേക്ക് ഒന്നും പോകണ്ട കേട്ടോ. ശരിക്കും ആയിട്ടില്ല. പക്ഷെ ഈ ഐറ്റത്തിന് സമ്മാനം കിട്ടുന്ന കാര്യത്തിൽ കുറച്ചൊരു സംശയം ഉണ്ട് മാമൻ. അടുത്തെന്താണ്? പിന്നെന്നാല് മോളുടെ കഴിഞ്ഞ വർഷം ഫസ്റ്റ് കിട്ടിയ ആംഗ്യപ്പാട്ട് വരട്ടെ. ആംഗ്യപ്പാട്ടുണ്ടല്ലോ പ്രാവശ്യം മറ്റേതാ? ഏത്? ഒരു കൊട്ടയോ? ഒരു കൊട്ട. മാപ്പിളപ്പാട്ട് ആംഗ്യപ്പാട്ടായിട്ട് പാടിയാട്ടെ. മനസ്സിന് വന്ദനം. ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗ്യപ്പാട്ടിലേക്ക് സ്വാഗതം. അത് ആദ്യം പറയണം. തുടങ്ങട്ടെ? തുടങ്ങിയോ? ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ നമ്മൾ ആലൂക്കാസിന്റെ പരസ്യം. കരയല്ലേ കൽബിന്റെ കരളെ കൽക്കണ്ട കനിയൽ. നെഞ്ഞത്തടിച്ച് ചാവല്ല. മതി. ഇങ്ങനെ നെഞ്ഞത്തടിക്കണ്ട, മോള് ചത്തുപോവും. ചെറിയ പ്രായല്ലേ. ആംഗ്യപ്പാട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി മോൾ എന്താണ് അവതരിപ്പിക്കുന്നത്? മേനി നിറയെന്ന് പറയുമ്പോ ഉപ്പൂറ്റി വരെ പോണം. അങ്ങനെ പോണല്ലേ? അയ്യോ, സ്വർണത്തിനൊക്കെ ഭയങ്കര വിലയാ. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നായിട്ട് ട്രൗസർ കീറി പോകും. പോട്ടെ, അടുത്തെന്താണ്? ഡാൻസ്. കഥ പറച്ചിലാണോ? കഥ പറച്ചില് കഴിഞ്ഞത്തെ കഥയല്ല. പിന്നെ കഴിഞ്ഞെല്ലാം കാക്കന്റെ കഥയല്ലേ? മോളെ ഡാൻസ് ഇല്ലേ? ഡാൻസ് അവസാനം. ഡാൻസ് കളിച്ചോ? ഡാൻസിന് ഡാൻസ് കളിക്കാൻ പറ്റൂല. ആരെ പാടുക? ഞാൻ പാടൂലേ? മാമനറിയോ? മാമൻ പണ്ട് എത്ര സ്കൂൾ യുവജനോത്സവത്തിലൊക്കെ എത്ര കുട്ടികൾക്ക് ഡാൻസിന് വേണ്ടി പാടിയിട്ടുണ്ട്. നമ്മളെ ചന്ദ്ര ടീച്ചർ പാടുമ്പോ പാടൂ. അതൊക്കെ ഞാൻ പാടിത്തരാം. ഏത് പാട്ടാന്ന് പറ. വള വേണോ വള. അതന്നെ രണ്ട് പ്രാവശ്യം വള വേണോ വള. വള വേണോ വള. ഇതല്ലേ ഉള്ളൂ. പിന്നെ കുപ്പി വള, ചിങ്ങൽ വള, കുപ്പി വള. അങ്ങനെ അങ്ങോട്ട് പറയാം. ഓക്കെ, അപ്പൊ പാടിത്തരാം കേട്ടോ. ഒറ്റ മിനിറ്റ്. ഇതെന്താ? അത് വന്ദിക്കണം. വന്ദിച്ചതാണോ? ഓക്കെ, അപ്പൊ എന്തായാലും മോള് എങ്ങനെയാ നിൽക്കേണ്ടത് ഒക്കെ നിന്നോ കേട്ടോ. റെഡി? ചെസ് നമ്പറൊക്കെ കിട്ടി കേട്ടോ. മോളിപ്പോ സ്റ്റേജിലാണെന്ന് വിചാരിക്കണം. വള വേണോ വള വേണോ വള. മോളെ ഇങ്ങനെ ഡാൻസ് കളിച്ചാൽ മോളെ കൊണ്ട് നാളെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരൂലേ? പറഞ്ഞിട്ടുണ്ട് അത്ര ദൂരം ഓടണ്ട. അത് തന്നെയാണ്, സ്റ്റേജിന് ഇത്ര വലുപ്പം ഉണ്ടാവില്ല. മോൾ അക്കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. കുണ്ടിത്ത് വീയ